ജാസ്മിൻ പുതിയ ക്യാപ്റ്റൻ പവർ ടീമിനെ പ്രഖ്യാപിച്ചു. നമ്മൾ പറഞ്ഞ പോലെ തന്നെ റസ്മിൻ, നമ്മുടെ ഗബ്രി, അവർ രണ്ടുപേരും ഇല്ലാത്ത ടീമില്ലല്ലോ. പിന്നെ അർജുനും അഫ്ബരയാണ് ആ ടീമിലെ 4 അംഗങ്ങൾ. കഴിയുന്നതും കുറച്ച് അംഗങ്ങളെ എടുത്താൽ മതിയെന്ന് നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞതാണ്. പക്ഷേ 4 അംഗങ്ങളെ എടുത്തു. ആ അവസരത്തിൽ എനിക്ക് തോന്നിയത് ശ്രീരേഖയോട് ജാസ്മിൻ കാണിച്ചത് കടുത്ത അനീതിയാണെന്ന് എനിക്കൊരു തോന്നലുണ്ട്. അതിനൊരു കാരണം, ശ്രീരേഖ, യമുന റാണി, ഗബ്രി, നമ്മുടെ പിന്നെ ജാസ്മിൻ, ഇവർ 4 പേരും കൂടെ ചേർന്നാണ്, ടീമായിട്ട് നിന്നാണ് ജയിച്ചത്. അതിൽ ഗബ്രിയും ജാസ്മിനുമാണ് കളിച്ചത്. ശ്രീരേഖയും യമുന റാണിയും കളിച്ചില്ല എന്നുള്ളതൊരു തർക്ക വിഷയമല്ലാത്ത കാര്യം. അന്ന് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരുമാണ് കളിച്ചത്. യമുന റാണിയാണ് ക്യാപ്റ്റൻസിക്ക് തനിക്ക് അവകാശമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമായി ശബ്ദിച്ചതാണ്. അപ്പം ശ്രീരേഖ ഈ ഗബ്രിയുടെയും ജാസ്മിൻ്റെയും കൂടാണ് നിന്നത്. അങ്ങനെയാണ് അവർക്ക് ഭൂരിപക്ഷം കിട്ടുന്നത്, ജാസ്മിനെ ക്യാപ്റ്റനാകാൻ തീരുമാനിക്കുന്നതും ചെയ്തത്. അല്ലെങ്കിൽ ശ്രീരേഖ ഒരുപക്ഷെ യമുന റാണിയുടെ കൂടെ നിന്നിരുന്നെങ്കിൽ രണ്ടുപേരും തുല്യരായേനെ. പിന്നെ അതൊരു പ്രശ്നത്തിലേക്ക് മാറിയേനെ. പക്ഷേ ശ്രീരേഖയുടെ സ്റ്റാൻഡ് ഉറപ്പായിട്ടും ജാസ്മിനും ഗബ്രിയും കൂടെ കളിച്ചാണ് ജയിച്ചത്. അതുകൊണ്ട് അവരാരെങ്കിലും ആയാലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ള സ്റ്റാൻഡ് തന്നെയായിരുന്നു അതിന് യമുന റാണിക്ക് കൊടുത്ത മറുപടി. അതുകൊണ്ടാണ് യമുന റാണിയുടെ ആ ആവശ്യം അംഗീകരിക്കാതെ പോയത്. അന്ന് നമ്മളും പറഞ്ഞിരുന്നു യമുന റാണിയുടെ ആവശ്യം അനാവശ്യമാണ്. കാരണം ജാസ്മിനും ഗബ്രിയും കളിച്ച് തന്നെയാണ് ആ ടീം ജയിച്ചത്. അവരാരെങ്കിലും ആകുന്നെങ്കിൽ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് സമ്മതിച്ചു കൊടുക്കുകയാണ് വേണ്ടത് എന്നാണ് നമ്മളും പറഞ്ഞത്. പക്ഷെ ഇവിടെ പവർ ടീമിനെ പ്രഖ്യാപിച്ചപ്പം അവിടെ ഗബ്രിയെ എടുത്തു. പക്ഷേ നമ്മുടെ യമുന റാണി കഴിഞ്ഞ ആഴ്ച പുറത്തായി. പിന്നുള്ളത് ശ്രീരേഖ മാത്രമായിരുന്നു. ആ ശ്രീരേഖയും കൂടെ ആ ടീമിലെടുക്കേണ്ട ഒരു സാമാന്യ മര്യാദ ജാസ്മിൻ ഇവിടെ കാണിച്ചില്ല എന്ന് എനിക്ക് തോന്നുന്നു. റസ്മിൻ കഴിഞ്ഞ പ്രാവശ്യത്തെ പവർ ടീമിലെ അംഗമായിരുന്നു. 2 പ്രാവശ്യം കൊണ്ട് പവർ ടീമിലെ അംഗമാണ് റസ്മിൻ. റസ്മിനെ വേണമെങ്കിൽ ഒഴിവാക്കാം. അർജുനെ വേണമെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ അംഗമായിരുന്നു, അർജുനെ വേണമെങ്കിൽ ഒഴിവാക്കാം. പിന്നെ അഫ്ബര ഒരു മികച്ച ക്യാപ്റ്റൻ എന്ന നിലയിൽ കഴിവ് തെളിയിച്ച വ്യക്തിയാണ്. അവരെ എടുത്തതിന് കുഴപ്പമില്ല. പക്ഷേ ശ്രീരേഖയും കൂടെ ഈ ടീമിൽ ഉൾപ്പെടുത്തേണ്ടത് ഒരു മര്യാദയുടെ വിഷയമാണ്. അത് ജാസ്മിൻ അവിടെ കാണിച്ചില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ്. പ്രത്യേകിച്ച് യമുന റാണി ഔട്ടായ സാഹചര്യത്തിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. ഈ അവസരത്തിൽ ശ്രീരേഖ ക്യാപ്റ്റനായി, യമുന റാണിയോ ക്യാപ്റ്റനായിട്ട് ഈ ജാസ്മിനെയും ഗബ്രിയെ ഒഴിവാക്കിയിരുന്നെങ്കിൽ എന്തായിരിക്കും ഇവിടെ ഒരു പുകിലുണ്ടാകുന്നതല്ലേ? ഭയങ്കര പുകിലായിരുന്നു. ഇവർ രണ്ടുപേരും ചോദ്യം ചെയ്തേനെ. അതൊരു വലിയ വിഷയത്തിലേക്ക് മാറിയേനെ. പക്ഷെ ശ്രീരേഖ തന്നെ എടുക്കാത്തതിൽ ഇത്രയും നേരവും യാതൊരു അവകാശവാദവും പരിഭവമൊന്നും ഉന്നയിച്ചതായിട്ട് ഞാൻ കണ്ടില്ല. പക്ഷേ അവരുടെ മനസ്സിൽ സ്വാഭാവികമായിട്ട് ആ ചിന്താഗതി കാണുമായിരിക്കും. ഇവർക്ക് സപ്പോർട്ട് കൊടുത്തപ്പം സ്വാഭാവികമായിട്ട് തന്നെ പവർ ടീമിൽ എടുക്കുമെന്നുള്ളൊരു ആലോചനയും അവർക്കുണ്ടായിരുന്നിരിക്കാം അല്ലേ? ഏതായാലും ജാസ്മിൻ ഇത് കാണിച്ചത് വളരെ തെറ്റായിപ്പോയി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഗെയിമാണ്, ഗെയിമിൻ്റെ രീതി തന്നെ എടുക്കുക.